ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജീവിതത്തിൽ വലിയ തടസ്സങ്ങളാണ് നിങ്ങൾ നേരിടുന്നതെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ലക്ഷ്യവും വളരെ വലുതായിരിക്കും. വലിയ തീവ്രമായൊരു ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത് എന്ന തിരിച്ചറിവ് മാത്രം മതി നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ തടസ്സങ്ങളല്ലാതായി മാറാൻ. കാരണം തീവ്രമായ ലക്ഷ്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ ലക്ഷ്യം ദിശ നിശ്ചയിക്കുന്ന ഒരു കോമ്പസ് പോലെ നിങ്ങളിൽ പ്രവർത്തിക്കും. നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി, ആശംസയോടുകൂടി, ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോകസഭയുടെ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും കുറിച്ചുള്ള ചില വസ്തുതകളാണ്. ലോക്സഭ പാർലമെൻറ്റിൻ്റെ ഭാഗമായി നമ്മളൊരു ക്ലാസ്സിൽ പഠിച്ചു. അന്ന് വിശാലമായിട്ട് നമുക്ക് സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും പറയാൻ കഴിഞ്ഞില്ല. കാരണം ലോകസഭയുമായി ബന്ധപ്പെട്ട് തന്നെ ഒത്തിരി അധികം കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാർലമെൻറ്റ് എന്ന് പറയുന്ന വിശാലമായ ടോപ്പിക്കാണ്, നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പാർലമെൻ്ററി ബില്ലുകളെക്കുറിച്ച് ഒക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും കുറിച്ച് പഠിക്കുമ്പോൾ അതൊരു കുഞ്ഞു ടോപ്പിക്കാണ്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ഈ ക്ലാസ്സിൻ്റെ അവസാനമായി സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും കഴിഞ്ഞാൽ ഉടൻ തന്നെ പാർലമെൻ്ററി കമ്മിറ്റികളെക്കുറിച്ച് കൂടി നമ്മൾ ഇതേ ക്ലാസ്സിൽ തന്നെ പഠിക്കുകയാണ്. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ. സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ. ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ ഈസ് ആർട്ടിക്കിൾ 93. ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ഡെപ്യൂട്ടി സ്പീക്കർ, സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 93, 93-ാം അനുച്ഛേദത്തിലാണ് ഭരണഘടനയിൽ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യ ബോറോഡ് ദി ഐഡിയ ഓഫ് സ്പീക്കർ ഫ്രം ബ്രിട്ടൻ. ബ്രിട്ടനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കടം വാങ്ങിയത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രാജ്യമാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കടം വാങ്ങിയത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ബ്രിട്ടനിൽ നിന്ന് കടം വാങ്ങിയ ഒരു 10ഓളം കാര്യങ്ങളൊക്കെ നമ്മളൊരു ലിസ്റ്റ് ചെയ്ത് തന്നെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തുകൊള്ളുക. അപ്പോൾ സ്പീക്കർ, ഇന്ത്യ ബോറോഡ് ഫ്രം ബ്രിട്ടൻ. ബ്രിട്ടനിൽ നിന്നാണ് ഇങ്ങനൊരു ഐഡിയ നമ്മൾ കടം കൊണ്ടത്. സ്പീക്കർ ഈസ് ദി പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ലോക്സഭ. ആരാണ് സ്പീക്കർ? സ്പീക്കർ ഈസ് ദി പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ലോക്സഭ. ലോകസഭയുടെ അധ്യക്ഷനെയാണ് നമ്മൾ സ്പീക്കർ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദി സെഷൻ ഓഫ് ലോക്സഭ ആർ പ്രിസൈഡഡ് ഓവർ ബൈ ദി സ്പീക്കർ. നമ്മുടെ ലോക്സഭാ സമ്മേളനങ്ങൾക്കൊക്കെ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കറാണ് എന്ന് ഓർത്തോളുക. സ്പീക്കർ ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു അപ്ഹോൾഡ് ദി ഡിഗ്നിറ്റി ആൻഡ് പ്രിവിലേജസ് ഓഫ് ലോക്സഭ. ലോകസഭയുടെ ഡിഗ്നിറ്റിയും ലോകസഭയുടെ ഡിഗ്നിറ്റിയും പ്രിവിലേജും ലോകസഭാ അംഗങ്ങളുടെ ഡിഗ്നിറ്റിയും പ്രിവിലേജസും ഇതൊക്കെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വമുള്ള വ്യക്തിയാണ് ലോകസഭാ സ്പീക്കർ എന്ന് പറയുന്നത്. അതായത് ലോകസഭയുടെ അവകാശ അധികാരങ്ങൾ സംരക്ഷിക്കുവാൻ ഉത്തരവാദപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ സ്പീക്കറാണ്. ഹീ ഈസ് ദി പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ലോക്സഭ. ഹീ ഈസ് റെസ്പോൺസിബിൾ ടു അപ്ഹോൾഡ് ദി ഡിഗ്നിറ്റി ആൻഡ് പ്രിവിലേജസ് ഓഫ് ദി ലോക്സഭ. ഹീ ഈസ് ഇലക്റ്റഡ് ബൈ ദി മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ഫ്രം amongst themselves. അപ്പോൾ who elect the president, who elect the presiding officer of Lok Sabha അല്ലെങ്കിൽ who elect the speaker of Lok Sabha എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the members of Lok Sabha elect speaker from amongst themselves. അവരിൽ നിന്ന് തന്നെ ഒരാളെ, ലോകസഭാ അംഗങ്ങളിൽ നിന്ന് തന്നെ ഒരാളെ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കുന്നത് ആ അംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ സ്പീക്കർ ഈസ് ഇലക്റ്റഡ് ബൈ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ഫ്രം എമംഗസ് ദി മെമ്പേഴ്സിൽ നിന്ന് തന്നെയാണ്. ഇനി നോക്കൂ, സ്പീക്കർ ഹാസ് സർട്ടൺ പവേഴ്സ്, സ്പെഷ്യൽ പവേഴ്സ് ഓഫ് ലോക്സഭ സ്പീക്കർ. ലോകസഭാ സ്പീക്കറുടെ സ്പെഷ്യൽ പവേഴ്സ്, പ്രത്യേക അധികാര അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹീ സർട്ടിഫൈസ് ദി ബിൽ ആസ് മണി ബിൽ.
നമ്മൾ പാർലമെൻ്ററി ബില്ലൊക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, സ്പീക്കർ സർട്ടിഫൈസ് വെദർ എ ബിൽ ഈസ് മണി ബിൽ ഓർ നോട്ട്. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കാം. ഹൂ ഡിസൈഡ്സ് വെദർ എ ബിൽ ഈസ് മണി ബിൽ ഓർ നോട്ട് എന്ന് പറഞ്ഞാൽ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കറാണ് തീരുമാനിക്കുന്നത് ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന്. സ്പീക്കർ സർട്ടിഫൈ ചെയ്താൽ മാത്രമേ ഒരു ബില്ല് മണി ബില്ലാവുകയുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ പവറാണ്. ഹീ സർട്ടിഫൈസ് എ ബിൽ ആസ് മണി ബിൽ. അതുപോലെ തന്നെ ഹീ പ്രിസൈഡ്സ് ഓവർ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ്. നമ്മൾ പഠിച്ചതാണ്. ആർട്ടിക്കിൾ 108 പ്രകാരം രണ്ട് സഭകളും കൂടി ഒരുമിച്ച് ചേരുന്ന ആ ഒരു മീറ്റിങ്ങിൻ്റെ പേരാണ് ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് പാർലമെൻറ്റ് ഈസ് പ്രിസൈഡഡ് ഓവർ ബൈ സ്പീക്കർ. ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് രാഷ്ട്രപതിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബട്ട് ദി സ്പീക്കർ പ്രിസൈഡ്സ് ഓവർ ദി ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ്. ഹീ ഡിസൈഡ്സ് the question of disqualification of members of Lok Sabha on the ground of defection. On the ground of defection under the provisions of 10th schedule of Indian Constitution. Indian ഭരണഘടനയിലെ 10ാം ഷെഡ്യൂൾ ഡീൽസ് വിത്ത് ആൻറ്റി ഡിഫെക്ഷൻ ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. 10ാം ഷെഡ്യൂളിലാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആ 10ാം ഷെഡ്യൂൾ പ്രകാരമുള്ള കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ഒരംഗത്തിന് അയോഗ്യത കൽപ്പിക്കുവാനുള്ള അധികാരം ആർക്കെന്ന് ചോദിച്ചാൽ സ്പീക്കർ കാണും. He decides the question of disqualification of member of Lok Sabha on the ground of defection. കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരംഗം അയോഗ്യനാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കെന്ന് ചോദിച്ചാൽ സ്പീക്കർ എന്നേ പറയാവൂ. അവിടെ ഓപ്ഷൻ പ്രസിഡന്റ് എന്നും പ്രൈം മിനിസ്റ്ററും മറ്റുമൊക്കെ വരും. നോക്കൂ, Speaker of Lok Sabha decides the question of disqualification of member of Lok Sabha on the ground of defection under the provisions of 10th schedule of Indian Constitution. നിങ്ങൾക്കറിയാം 10th schedule of Indian Constitution deals with anti-defection law. 10th schedule was added to the Constitution under 52nd Amendment Act of 1985. നമ്മൾ അമെൻമെൻ്റ് ഒക്കെ പഠിച്ചതാണ്. 1985 52nd അമെൻമെൻറ്റിലൂടെയാണ് 10th ഷെഡ്യൂൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത്. 10th ഷെഡ്യൂളിൽ പ്രതിപാദിക്കുന്ന വിഷയമാണ് കൂറുമാറ്റ നിരോധന നിയമം, ആൻറ്റി ഡിഫെക്ഷൻ ലോ. ആ 10th ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രകാരം ഒരു ലോക്സഭാ അംഗത്തിന് ഡിസ്ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ലോക്സഭാ അംഗം ഡിസ്ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്ന് തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പീക്കർക്കാണ്. അപ്പോൾ ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രകാരം ഒരംഗത്തിന് അയോഗ്യത കൽപ്പിക്കാൻ, ലോക്സഭാ അംഗത്തിന് അയോഗ്യത കൽപ്പിക്കാൻ ഒരാൾക്കേ അധികാരമുള്ളൂ, അത് സ്പീക്കർക്കാണ്. ഇത് സ്പെഷ്യൽ പവറാണ്. അപ്പോൾ മണി ബില്ലാണെന്ന് സർട്ടിഫൈ ചെയ്യാനുള്ള അധികാരം, ജോയിൻറ്റ് സിറ്റിംഗ് പ്രിസൈഡ്സ് ഓവർ ചെയ്യാനുള്ള അധികാരം, ഒരു മെമ്പർ ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രകാരം ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് നിശ്ചയിക്കാനുള്ള അധികാരം, പ്രഖ്യാപിക്കാനുള്ള അധികാരം, ഇതൊക്കെ സ്പീക്കറുടെ സ്പെഷ്യൽ പവേഴ്സാണ്. ക്ലിയർ അല്ലേ? നോക്കൂ, ദി ഡേറ്റ് ഓഫ് ഇലക്ഷൻ ഓഫ് സ്പീക്കർ ഈസ് ഫിക്സ്ഡ് ബൈ ദി പ്രസിഡന്റ്. സ്പീക്കറുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ് നിശ്ചയിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് പ്രസിഡൻ്റാണ്. എന്നാൽ ഡേറ്റ് ഓഫ് ദി ഇലക്ഷൻ ഓഫ് ഡെപ്യൂട്ടി സ്പീക്കർ ഈസ് ഫിക്സ്ഡ് ബൈ ദി സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ് നിശ്ചയിക്കുന്നത് സ്പീക്കറാണ്. സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് ഡേറ്റ് നിശ്ചയിക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ഇൻ ദി ആബ്സെൻസ് ഓഫ് സ്പീക്കർ, ദി ഡെപ്യൂട്ടി സ്പീക്കർ പ്രിസൈഡ്സ് ഓവർ ദി ഫങ്ഷൻസ് ഓഫ് ലോക്സഭ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്പീക്കർ, ഇൻ ദി ആബ്സെൻസ് ഓഫ് സ്പീക്കർ, ഹൂ പെർഫോംസ് ദി ഫങ്ഷൻസ് ഓഫ് സ്പീക്കർ എന്ന് ചോദിച്ചാൽ ഡെപ്യൂട്ടി സ്പീക്കർ. ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി സ്പീക്കർ, ദി ഡെപ്യൂട്ടി സ്പീക്കർ പ്രിസൈഡ്സ് ഓവർ ദി ഫങ്ഷൻസ് ഓഫ് ലോക്സഭ. സ്പീക്കറിലെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ആ സെഷൻ പ്രിസൈഡ് ഓവർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അത് നോക്കൂ, സ്പീക്കർ ഗീവ്സ് ഹിസ് റെസിഗ്നേഷൻ ടു ഡെപ്യൂട്ടി സ്പീക്കർ. മുമ്പ് നമ്മൾ പ്രസിഡന്റ് പഠിച്ചതുപോലെ പ്രസിഡന്റ് ഗീവ്സ് ഹിസ് റെസിഗ്നേഷൻ ലെറ്റർ ടു വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞതുപോലെ സ്പീക്കർ ഗീവ്സ് ഹിസ് റെസിഗ്നേഷൻ ലെറ്റർ ടു ഡെപ്യൂട്ടി സ്പീക്കർ.
ഇതൊക്കെ ചോദിക്കുന്നതാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു അസാധാരണമായ രീതിയാണ്. സാധാരണ ഒരാൾ ഒരു പദവി വഹിക്കുന്ന വ്യക്തിയുടെ മേൽ പദവിയുള്ള ആളിൻ്റെ കയ്യിലല്ലേ റെസിഗ്നേഷൻ ലെറ്ററൊക്കെ കൊടുക്കാറുള്ളൂ. എന്നാൽ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെയും സ്പീക്കറിൻ്റെയും കാര്യത്തിൽ വ്യത്യസ്തമാണ്. സ്പീക്കർ ഗീവ് ഹിസ് റെസിഗ്നേഷൻ ലെറ്റർ ടു ഡെപ്യൂട്ടി സ്പീക്കർ. മറക്കാതിരിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ ഈസ് ഇലക്റ്റഡ് ബൈ ദി മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ഫ്രം എമംഗസ്റ്റ് ദംസെൽസ്. സ്പീക്കറുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. സ്പീക്കർ ഈസ് ഇലക്റ്റഡ് ബൈ ദി മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ഫ്രം എമംഗസ്റ്റ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഡെപ്യൂട്ടി സ്പീക്കറെയും അങ്ങനെ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ ഈസ് ഇലക്റ്റഡ് ബൈ ദി മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ഫ്രം എമംഗസ്റ്റ് ദംസെൽസ്. മറക്കാതിരിക്കുക. ദി സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ മേ ബി റിമൂവ്ഡ് ഫ്രം ദി ഓഫീസ് ബൈ എ റെസല്യൂഷൻ പാസ്ഡ് ബൈ a majority of all then the members of Lok Sabha. ഇതൊന്ന് അടിവരയിട്ട് പഠിക്കേണ്ടുന്ന കാര്യമാണ്. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചുള്ള ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് സ്പീക്കറെ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറെ റിമൂവ് ചെയ്യുന്നത്? രണ്ടും ഒരേ രീതിയിലാണ്. നമുക്ക് സ്പീക്കറിനെ ബേസ് ചെയ്ത് തന്നെ പറയാം. ഹൗ എ സ്പീക്കർ ഓഫ് ലോക്സഭ ഈസ് റിമൂവ്ഡ്. എങ്ങനെയാണ് ഒരു ലോക്സഭ സ്പീക്കറെ റിമൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു റെസല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട്. എവിടെ? ലോക്സഭയിൽ. സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ മേ ബി റിമൂവ്ഡ് ഫ്രം ദെയർ ഓഫീസ് ബൈ എ റെസല്യൂഷൻ പാസ്ഡ്. അവിടുത്തെ മെജോറിറ്റി നിങ്ങൾ ശ്രദ്ധിക്കണം. സ്പീക്കറെയോ ഡെപ്യൂട്ടി സ്പീക്കറെയോ നീക്കം ചെയ്യണമെങ്കിൽ ഏത് മെജോറിറ്റി ഉണ്ടായിരിക്കണം ലോക്സഭയിൽ? ലോക്സഭയിലാണ് റെസല്യൂഷൻ പാസ്സാക്കേണ്ടത്. എ റെസല്യൂഷൻ മസ്റ്റ് ബി പാസ്ഡ് ബൈ ലോക്സഭ. ബൈ വിച്ച് മെജോറിറ്റി എന്നാണ് ചോദ്യം. ബൈ എ മെജോറിറ്റി ഓഫ് ഓൾ ദെൻ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ. ആ വാക്കും ശ്രദ്ധിക്കുക. ഓൾ ദെൻ മെമ്പേഴ്സ്. ഇപ്പം നിലവിലുള്ള അംഗങ്ങളുടെ മെജോറിറ്റി. ഇപ്പോൾ ലോകസഭയിൽ നിലവിലുള്ള അംഗങ്ങളുടെ മെജോറിറ്റി. ഇതിനെയാണ് നമ്മൾ മുമ്പ് മെജോറിറ്റിയൊക്കെ പറഞ്ഞപ്പോൾ എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും നീക്കം ചെയ്യാൻ വേണ്ട മെജോറിറ്റി എഫക്റ്റീവ് മെജോറിറ്റി. അതെന്താണെന്നും കൂടെ ഒന്ന് മനസ്സിലാക്കുക. എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ, അബ്സലൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്. മൊത്തം അംഗങ്ങളുടെ, നോക്കൂ, മെജോറിറ്റി ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്, മൊത്തം അംഗങ്ങളിൽ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്. നോക്കൂ, 50% ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ്. മോർ ദാൻ 50% ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിനാണ് അബ്സലൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സഭയിൽ എത്ര അംഗങ്ങളുണ്ടോ അതിൻ്റെ 50% കൂടുതലാണ് അബ്സലൂട്ട് മെജോറിറ്റി. ഇവിടെ നമ്മൾ പറയുന്നത് എഫക്റ്റീവ് മെജോറിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ മോർ ദാൻ 50% ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ് എക്സ്ക്ലൂഡിങ് വാക്കൻസീസ്. അത്രയും കൂടെ ഓർമ്മിച്ചാൽ മതി. ഇപ്പം 100 പേരുള്ള ഒരു സഭയാണെങ്കിൽ ആ 100 പേരിലെ 50% കൂടുതൽ അല്ലെങ്കിൽ 51 പേരെങ്കിലും ഉണ്ടായിരിക്കണം അബ്സലൂട്ട് മെജോറിറ്റി, കേവല ഭൂരിപക്ഷം എന്ന് പറയാൻ. എന്നാൽ ഇവിടെ എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ 100 അംഗങ്ങളുള്ള ഒരു സഭയിൽ എത്ര സീറ്റുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ സഭയിൽ വരാത്ത ആളുകളെന്നല്ല, ഇനി തിരഞ്ഞെടുക്കാനുള്ളത് 5 പേര് ഒഴിവാണ്. 5 സീറ്റിൽ ഇനി ആളെ തിരഞ്ഞെടുക്കണമെന്ന് വിചാരിക്കുക. 100 അംഗങ്ങളുള്ള സഭയിൽ 5 അംഗങ്ങളെ ഇനി നിയമിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പം 95 പേരെ അവിടെ ഉള്ളൂ ഇപ്പം നിലവിലുള്ള. അതാണ് ഓൾ ദെൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ 95 പേര്, അതിൻ്റെ 50% കൂടുതൽ. അതിനെയാണ് നമ്മൾ എഫക്റ്റീവ് മെജോറിറ്റി. അതാണ് വേണ്ടത് സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും നീക്കം ചെയ്യാൻ. അപ്പം മൊത്തം അംഗസംഖ്യയുടെ പകുതി കൂടുതൽ മെജോറിറ്റി, അതാണ് നമ്മൾ പറയുന്നത്. എന്താണ്? അബ്സലൂട്ട് മെജോറിറ്റി വേണമെന്നില്ല. മൊത്തം അംഗങ്ങൾ ഇപ്പോൾ എത്ര പേരുണ്ടോ, നിലവിലുള്ള വേക്കൻസി എല്ലാം ഒഴികെ, ഓൾ ദെൻ മെമ്പേഴ്സ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ, ശ്രദ്ധിക്കണേ. അതായത് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ may be removed from their office by a resolution passed by a special majority,
ബൈ എ മെജോറിറ്റി, സ്പെഷ്യൽ എന്ന് പറയരുത്, റെസൊല്യൂഷൻ പാസ്ഡ് ബൈ എ മെജോറിറ്റി ഓഫ് ഓൾ ദെൻ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ. ലോകസഭയിൽ നിലവിലെ എത്ര അംഗങ്ങളുണ്ടോ അവയിൽ 50% കൂടുതൽ പിന്തുണയോടുകൂടി ഒരു പ്രമേയം ലോകസഭയിൽ പാസാക്കിയാൽ സ്പീക്കറെയോ ഡെപ്യൂട്ടി സ്പീക്കറെയോ നീക്കം ചെയ്യാം. അതൊന്ന് പഠിച്ചു വെച്ചോളൂ. സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ മേ ബി റിമൂവ്ഡ് ഫ്രം ദെയർ ഓഫീസസ് ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ എ മെജോറിറ്റി ഓഫ് ഓൾ ദെൻ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ. ലോകസഭയിലെ മൊത്തം അംഗസംഖ്യയിൽ നിലവിലുള്ള വേക്കൻസി എല്ലാം ഒഴികെ എത്ര അംഗങ്ങളുണ്ടോ അതിൻ്റെ 50% കൂടുതൽ പേർ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പീക്കറെയോ ഡെപ്യൂട്ടി സ്പീക്കറെയോ നീക്കം ചെയ്യാം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സച്ച് റെസൊല്യൂഷൻ ക്യാൻ ബി മൂവ്ഡ് ഓൺലി ആഫ്റ്റർ ഗിവിംഗ് 14 days നോട്ടീസ്, അഡ്വാൻസ് നോട്ടീസ്, 14 days അഡ്വാൻസ്. അതായത് സ്പീക്കറെയോ ഡെപ്യൂട്ടി സ്പീക്കറെയോ നീക്കം ചെയ്യാനൊരു റെസൊല്യൂഷൻ പാസ്സാക്കണമെങ്കിൽ 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിക്കൊണ്ട് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. റെസൊല്യൂഷൻ for removing speaker or deputy speaker can be moved only after giving 14 days advance notice. Clear alle? Then when a resolution for removal of speaker under consideration of house, he cannot preside over the sitting of house. ഒരു 14 ദിവസത്തെ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് സ്പീക്കറെ പിന്നെ എന്താണ് നീക്കം ചെയ്യാനുള്ള. എന്നിട്ട് റെസൊല്യൂഷൻ, വെൻ എ റെസൊല്യൂഷൻ ഫോർ ദി റിമൂവൽ ഓഫ് സ്പീക്കർ ഈസ് അണ്ടർ കൺസിഡറേഷൻ, അങ്ങനെ പിന്നെ ഒരു റെസൊല്യൂഷൻ പരിഗണനയിലിരിക്കുന്നു, റെസൊല്യൂഷൻ സഭയുടെ പരിഗണനയിലിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഒരിക്കലും സ്പീക്കർക്ക് പിന്നീട് ആ സഭയുടെ സമ്മേളനത്തിൽ അധ്യക്ഷനാകാൻ കഴിയില്ല. സ്പീക്കറെ റിമൂവ് ചെയ്യുന്നതിനുള്ള ഒരു റെസൊല്യൂഷൻ പരിഗണനയിലിരിക്കുന്ന ആ പീരീഡിൽ സ്പീക്കർക്ക് ഒരിക്കലും സഭാ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നാം, അപ്പോൾ പിന്നെ ആര് അധ്യക്ഷത വഹിക്കും? ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടല്ലോ, ഡെപ്യൂട്ടി സ്പീക്കർ അധ്യക്ഷത വഹിക്കണം. When a resolution for removal of speaker is under consideration of house, he cannot preside over the sitting of house. However, he can speak and take part in the proceedings of house. സഭയിൽ പങ്കെടുക്കാം, സഭയുടെ മറ്റ് പ്രൊസീഡിങ്സിലെല്ലാം പങ്കെടുക്കാം, സഭയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ അധ്യക്ഷത വഹിക്കാൻ പറ്റില്ല. അതെന്താ അങ്ങനെ? അധ്യക്ഷത വഹിക്കാൻ പറ്റില്ല കാരണം സ്പീക്കർ എന്ന് പറയുന്നത് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തെ നീക്കം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എങ്ങനെ അദ്ദേഹത്തിന് അധ്യക്ഷത വഹിക്കും? പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ബാക്കി അവകാശങ്ങൾ കിട്ടുന്നു? സ്പീക്കറിൻ്റെ കാര്യമേ ഉള്ളൂ. സ്പീക്കറെയാണ് നീക്കം ചെയ്യാൻ പോകുന്നത്, അംഗത്വം നീക്കം ചെയ്യുന്നില്ലല്ലോ. അദ്ദേഹം ഒരു അംഗമാണല്ലോ, സഭയിലെ അംഗമല്ലേ. സഭയിലെ അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സഭയിൽ സംസാരിക്കാം, അവിടെ പ്രൊസീഡിങ്സിലെല്ലാം ടേക്ക് പാർട്ട് ചെയ്യാം. ഇതെല്ലാം അദ്ദേഹത്തിന് അവകാശമുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളണം. വെൻ എ റെസൊല്യൂഷൻ ഫോർ റിമൂവൽ ഓഫ് ദി സ്പീക്കർ ഈസ് അണ്ടർ കൺസിഡറേഷൻ ഓഫ് ദി ഹൗസ്, ഹി കനോട്ട് പ്രിസൈഡ് ഓവർ ദി സിറ്റിംഗ് ഓഫ് ദി ഹൗസ്. However, he can speak and take part in the proceedings of house. Normally, the speaker cannot vote in the first instant. He can exercise a casting vote in the case of tie. ശ്രദ്ധിക്കണേ, നോർമലി സ്പീക്കർ കനോട്ട് വോട്ട് ഇൻ ഫസ്റ്റ് ഇൻസ്റ്റൻറ്റ്. സഭയിൽ ഒരു വോട്ടെടുപ്പ് നടക്കുമ്പോൾ ആദ്യം സ്പീക്കർക്ക് മറ്റുള്ള മെമ്പറുടെ പോലെ തന്നെ സ്പീക്കർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല, സ്പീക്കർ വോട്ട് ചെയ്യാറില്ല. പക്ഷേ ഹി ക്യാൻ എക്സസൈസ് എ കാസ്റ്റിംഗ് വോട്ട് ഇൻ ദി കേസ് ഓഫ് എ ടൈ. എന്നാൽ എന്താണ് ഏത് സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിയുന്നത്? ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിയുന്ന ആ വോട്ടിൻ്റെ പേരാണ് കാസ്റ്റിംഗ് വോട്ട്. വെൻ എ ഹൗസ് ഈസ് ഡിവൈഡഡ് ഈക്വലി ഓൺ എനി ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ സഭ ഈക്വലായിട്ട് രണ്ട് ഭാഗത്ത് നിൽക്കുകയാണ്. റൂളിംഗ് പാർട്ടിയും അല്ലെങ്കിൽ റൂളിംഗ് സെക്ഷനും അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റായിട്ടുള്ള സെക്ഷനും ഈക്വലായിട്ട് നിൽക്കുകയാണ്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ കേരള നിയമസഭയിൽ 140 അംഗങ്ങളുണ്ട്. കേരള നിയമസഭയിൽ
ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ അവതരിപ്പിക്കുകയാണ്, അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുകയാണ്. അതിലെ വോട്ടെടുപ്പ് നടക്കണം. 140 പേരും പങ്കെടുത്തു. 140 പേരും പങ്കെടുത്തു എന്ന് വിചാരിക്കുക. ആരും ആബ്സെൻ്റ് ഇല്ല. 140 അംഗങ്ങളും പങ്കെടുത്തുകൊണ്ട് അവിടെ നോൺ കോൺഫിഡൻസ് മോഷനെ ബേസ് ചെയ്തുകൊണ്ട് പിന്നെ വോട്ടെടുപ്പ് നടക്കുകയാണ്. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ 70 പേര് ഈ മോഷന് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നു, പ്രതികൂലമായി 70 പേര്. ടൈ ആയിപ്പോയി. അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇനി നിർണായകമാകാൻ പോകുന്നത് ആരുടെ വോട്ടായിരിക്കും? ഈ സാഹചര്യത്തിലാണ് സ്പീക്കർക്ക് ഒരു വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടുന്നത്. മനസ്സിലാണല്ലോ? വെൻ ദി ഹൗസ് ഈസ് ഡിവൈഡഡ് ഈക്വലി ഓൺ എനി ക്വസ്റ്റ്യൻ സ്പീക്കർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു വോട്ട്. സ്പീക്കർ ക്യാൻ യൂസ് എന്താണ്? കാസ്റ്റിംഗ് വോട്ട്. സ്പീക്കർ ക്യാൻ യൂസ് ഹിസ് വോട്ട് അറ്റ് ദിസ് ടൈം. സച്ച് വോട്ട് ഈസ് കോൾഡ് കാസ്റ്റിംഗ് വോട്ട്. കാസ്റ്റിംഗ് വോട്ട് ചെയ്യാം സ്പീക്കർക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സഭയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇരു കക്ഷികളും തമ്മിൽ തുല്യമായി വോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ, വോട്ട് ടൈ ആയി മാറുകയാണെങ്കിൽ ആ ടൈ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാനുള്ള ദി സ്പീക്കർ ക്യാൻ ബ്രേക്ക് സച്ച് ടൈ ബൈ യൂസിങ് ഹിസ് കാസ്റ്റിംഗ് വോട്ട്, അയാളുടെ കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ ഇവിടെ സ്പീക്കർ ഒരിക്കലും ഒരു കാസ്റ്റിംഗ് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കില്ല. കാരണം അത് വലിയ പേരുദോഷം ഉണ്ടാക്കും. സ്പീക്കർ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി നിൽക്കേണ്ടുന്ന ആളാണെന്നാണല്ലോ വൈപ്പ്. ശരിക്കും പറഞ്ഞാൽ സ്പീക്കർ ആകുന്ന ആൾ ആരാണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച് വന്ന ആൾ തന്നെയാണ്. പക്ഷേ സ്പീക്കറായി ആ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ നിഷ്പക്ഷനായി പ്രവർത്തിക്കണം എന്നാണ് നിയമം. അദ്ദേഹം നോക്കൂ, നമ്മൾ സഭയിലൊക്കെ തന്നെ എല്ലാ അംഗങ്ങളുടെയും, അത് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണല്ലോ സ്പീക്കർ വരുന്നത്, ഭരണപക്ഷ അംഗങ്ങളുടെ പ്രിവിലേജസ്, റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബാധ്യത മാത്രമല്ല സ്പീക്കർക്കുള്ളത്, പ്രതിപക്ഷ അംഗങ്ങളുടെയും അവസരങ്ങളും അവകാശങ്ങളും സംരക്ഷിച്ചു കൊടുക്കാൻ ബാധ്യത സ്പീക്കർക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുകൊണ്ട് സ്പീക്കർക്ക് ഒരിക്കലും വോട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സ്പീക്കർ കാസ്റ്റിംഗ് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് പേരുദോഷമാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു, ഇവിടെ 140 പേര് അംഗമുള്ള കേരള നിയമസഭയിൽ ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ വന്നപ്പോൾ 70 വോട്ടുകൾ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. 70 സ്പീക്കറും കൂടെ ഉൾപ്പെടാണ് 140 വരുന്നത്, അത് വേറെ കാര്യം. ഞാൻ പറയുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തുല്യമായി 70 പോട്ടെ, അല്ലെങ്കിൽ പങ്കെടുത്തവർ പിന്നെ 120 പേര് 120 പേരെ പങ്കെടുത്തുള്ളതിന് ഇപ്പോൾ 60 വീതം വന്നു വന്നിരിക്കട്ടെ, അങ്ങനെ ഇതായിരിക്കുന്നു. ആ സമയത്ത് ആർക്കും വോട്ട് ചെയ്യാവുന്നതാണ്, സ്പീക്കർക്ക് വോട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ സ്പീക്കർ ആ സാഹചര്യത്തിൽ എങ്ങനെ വോട്ട് ചെയ്യുമെന്ന് നമ്മളിനി ഗവേഷണം നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, സ്പീക്കർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച് വന്നയാളാണ്. ഇപ്പം കേരള നിയമസഭ എടുത്ത നമ്മുടെ സ്പീക്കർ ഷംഷീർ, അദ്ദേഹം എന്താണ് CPMൻ്റെ മെമ്പറാണ്. അപ്പോൾ ഇങ്ങനൊരു കാസ്റ്റിംഗ് വോട്ട് വന്നു കഴിയുമ്പം അദ്ദേഹം ആർക്കനുകൂലമായി ചെയ്യുള്ളൂ? സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും ഭരണപക്ഷത്തിന് അനുകൂലമായില്ലേ വോട്ട് ചെയ്യുള്ളൂ. അത് പിന്നീട് അദ്ദേഹത്തിന് വലിയ പേരുദോഷമാകും. അദ്ദേഹം സ്പീക്കർ രാഷ്ട്രീയം കളിച്ചു, സ്പീക്കർ വളരെ മോശമായിട്ട് പിന്നെ പക്ഷഭേദപരമായി പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് സ്പീക്കർ ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല കാസ്റ്റിംഗ് വോട്ട് ചെയ്യുന്നതിന്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ നിർബന്ധിതനായി മാറും, കാസ്റ്റിംഗ് വോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് കാസ്റ്റിംഗ് വോട്ടെന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. വെൻ ദി ഹൗസ് ഈസ് ഡിവൈഡഡ് ഈക്വലി ഓൺ എനി ക്വസ്റ്റ്യൻ സ്പീക്കർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു വോട്ട്. സച്ച് വോട്ട് ഈസ് കോൾഡ് കാസ്റ്റിംഗ് വോട്ട്. നോർമലി ദി സ്പീക്കർ കനോട്ട് വോട്ട് ഇൻ ദി ഫസ്റ്റ് ഇൻസ്റ്റൻസ്. ആദ്യം മറ്റുള്ള അംഗങ്ങളെപ്പോലെ വോട്ട് ചെയ്യുന്നില്ല. എപ്പോഴൊക്കെയാണോ ഭരണപക്ഷവും പ്രതിപക്ഷത്തിൻ്റെയും വോട്ട് തുല്യമായി വരുന്നത്, ആ ടൈയെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിക്കാം. അതും കൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചുകൊള്ളുക. ഇനി നോക്കുക, സ്പീക്കർ നോമിനേറ്റ്സ് എ പാനൽ ഓഫ് നോട്ട് മോർ ദാൻ 10 persons. സ്പീക്കർ ഒരു പാനൽ എപ്പോഴും എടുത്തു വച്ചിരിക്കും. 10 അംഗങ്ങളിൽ കൂടാത്ത ഒരു പാനൽ. എന്തിനാണെന്നറിയാമോ? എനി ഓഫ് ദം ക്യാൻ പ്രിസൈഡ് ഓവർ ദി ഹൗസ്, എനി ഓഫ് ദം ക്യാൻ പ്രിസൈഡ് ഓവർ ദി ഹൗസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ബോത്ത് ദി സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ.
നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻ ദി ആബ്സെൻസ് ഓഫ് സ്പീക്കർ ഹൂ പ്രിസൈഡ്സ് ഓവർ ദി സെഷൻ ഓഫ് ലോക്സഭ? ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പോൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ രണ്ടുപേരും ഇല്ലാത്ത ഘട്ടങ്ങളിൽ പിന്നെ ഈ സഭാ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 അംഗത്തിൽ കൂടാത്തൊരു പാനൽ, അത് ഒരു രാഷ്ട്രീയ കക്ഷിയിൽ നിന്നല്ല, എല്ലാവരെയും നോക്കെ ഒരു 10 അംഗങ്ങളെ ഒരു പാനൽ സ്പീക്കർ തയ്യാറാക്കി വെച്ചിരിക്കും. ആ പാനലിലുള്ള ആൾക്കാരായിരിക്കും പിന്നെ ഈ സഭാ സമ്മേളനം. അത് ഓരോരുത്തർക്ക് ഓരോ ടേണുണ്ട്. അത് ഓരോരുത്തർ ആ സ്പീക്കറായി ആ പ്രത്യേക ഒരു സമ്മേളനം നടക്കുമ്പോൾ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ലെങ്കിൽ ഈ പാനലിൽ നിന്നൊരു അംഗം തീർച്ചയായിട്ടും അതിനെ പ്രിസൈഡ് ഓവർ ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, അങ്ങനെ ഒരു പാനൽ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ മെമ്പറിന് however a member of this panel cannot preside over the house when the office of speaker and deputy speaker fall vacant. ഇനി സ്പീക്കറുടെ ഡെപ്യൂട്ടി സ്പീക്കറുടെ സ്ഥാനത്തൊഴിവ് വന്നാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? സ്പീക്കർ പിന്നെ മാറിപ്പോയി, അവിടെ ഒരു സ്പീക്കർ പുതുതായിട്ട് എടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറിന് പുതുതായിട്ടൊരാളെ ചാർജ് എടുക്കാനുണ്ട്. ആ സാഹചര്യത്തിൽ ഈ പാനലിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും സഭ നിയന്ത്രിക്കാനുള്ള അവകാശമില്ല. ഇതെപ്പോഴാണ്? ഈ ആബ്സെൻസ് വരുമ്പോൾ, നമ്മുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും താൽക്കാലികമായി സഭയിൽ ഇല്ലാതെ വരുമ്പോൾ മാത്രമേ ഈ പാനലിൽ നിന്നുള്ള അംഗങ്ങൾക്ക് സഭ നിയന്ത്രിക്കാനുള്ള അവകാശം ഉണ്ടാവുകയുള്ളൂ. അത് ഓർമ്മിച്ച് വെച്ചോളുക. ഇൻ ദിസ് കേസ് പ്രസിഡന്റ് അപ്പോയിൻറ്റ്സ് എ മെമ്പർ ഓഫ് ലോക്സഭ ടു പ്രിസൈഡ് ഓവർ ദി ഹൗസ്. അങ്ങനെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുടെയും സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ ഇനി അവിടെ ആളെ നിയമിക്കണം. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരിക്കലും ഈ പാനലിൽ നിന്നുള്ള ആൾക്ക് സ്ഥാനം വഹിക്കാൻ പറ്റില്ല. ആ സാഹചര്യങ്ങളിൽ പ്രസിഡന്റ് അപ്പോയിൻറ്റ്സ് മെമ്പർ ഓഫ് ലോക്സഭ. പ്രസിഡന്റ് ലോകസഭയിൽ നിന്ന് ആരെങ്കിലും അപ്പോയിൻ്റ് ചെയ്യും തൽക്കാലത്തേക്ക് സഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കാൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഓർത്തോളുക, ഈ ലോക്സഭാ സെഷൻ പ്രിസൈഡ് ഓവർ ചെയ്യേണ്ടത് ആരാണ്? സ്പീക്കറാണ്. ഇൻ ദി ആബ്സെൻസ് ഓഫ് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ. ഇനി ഇവർ രണ്ടുപേരുടെയും താൽക്കാലികമായ അഭാവത്തിൽ ഈ സഭാ സമ്മേളനം നടത്താൻ വേണ്ടി സ്പീക്കർ തന്നെ ഒരു 10 അംഗങ്ങളിൽ കുറയാത്തൊരു പാനൽ തയ്യാറാക്കി വയ്ക്കാറുണ്ട്. അതിലുള്ള ആൾക്കാരായിരിക്കും ഓരോ സമയങ്ങളിൽ ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. എന്നാൽ ഇവർക്ക് സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും സ്ഥിരമായ ഒഴിവാണ് ഉള്ളതെങ്കിൽ ആ സമയത്ത് അവർക്ക് അധ്യക്ഷത വഹിക്കാൻ പറ്റില്ല. ആ സമയത്ത് ആരായിരിക്കും? പ്രസിഡന്റ് അപ്പോയിൻ്റ് എ മെമ്പർ ഓഫ് ലോക്സഭ ടു പ്രിസൈഡ് ഓവർ ദി ഹൗസ്. ക്ലിയർ അല്ലേ? ഇനി ചില ആൾക്കാരുടെ പേരുകൾ ഒന്ന് ഓർമ്മിച്ചോളുക. പ്രസന്റ് സ്പീക്കർ ഓഫ് ലോക്സഭ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓം ബിർളയാണ്. 2 തവണ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹമായിരുന്നു, ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. ഫസ്റ്റ് സ്പീക്കർ ഓഫ് ലോക്സഭ GV മൗലങ്കർ ആണ്. GV മൗലങ്കർ ലോക്സഭയിലെ ആദ്യ സ്പീക്കർ. ഫസ്റ്റ് വുമൺ സ്പീക്കർ ഓഫ് ലോക്സഭ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മീരാ കുമാറാണ്. 15th ലോക്സഭയുടെ സ്പീക്കറായിട്ടാണ് ആദ്യമായിട്ടൊരു വനിത കടന്നു വരുന്നത്. സ്പീക്കറായിട്ട് മീരാ കുമാറാണ്. സെക്കൻഡ് വുമൺ ടു ബിക്കം സ്പീക്കർ ഓഫ് ലോക്സഭ സുമിത്ര മഹാജനാണ്. BJPയുടെയൊക്കെ ഒരു പ്രമുഖ നേതാവാണ്, നിങ്ങൾക്കറിയാം. സുമിത്ര മഹാജനാണ് സെക്കൻഡ് വുമൺ സ്പീക്കർ ഓഫ് ലോക്സഭ. ദി ലോങ്സ്റ്റ് സെർവിങ് സ്പീക്കർ ഓഫ് ലോക്സഭ, ഏറ്റവും കൂടുതൽ കാലം ലോകസഭയുടെ സ്പീക്കറായി പ്രവർത്തിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ബൽറാം ധാക്കർ ആണ്. ബൽറാം ധാക്കർ ആണ് ഏറ്റവും കൂടുതൽ കാലം ലോകസഭയുടെ സ്പീക്കറായി പ്രവർത്തിച്ചത്. അങ്ങനെയെങ്കിൽ ഷോർട്ടസ്റ്റ് ഡ്യൂറേഷൻ ആ സ്പീക്കർ ഓഫ് ലോക്സഭ ആ ഷോർട്ടസ്റ്റ് ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ ബലിറാം ഭഗത്. പേരുകൾ സമാനതകളുണ്ട്. ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്നത് ബൽറാം ധാക്കർ ആയിരുന്നുവെങ്കിൽ ഏറ്റവും കുറച്ചു കാലം സ്പീക്കറായി പ്രവർത്തിച്ചത് ബലിറാം ഭഗത്താണ്. ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ടു ബിക്കം സ്പീക്കർ ഓഫ് ലോക്സഭ. ലോക്സഭാ സ്പീക്കറായ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് സോമനാഥ് ചാറ്റർജിയാണ്. ഫസ്റ്റ് ദളിത് ടു ബിക്കം സ്പീക്കർ ഓഫ് ലോക്സഭ. ലോക്സഭാ സ്പീക്കറായ ആദ്യ ദളിതനാര് എന്ന് ചോദിച്ചാൽ GMC ബാലയോഗി. നോക്കൂ, ഫസ്റ്റ് സ്പീക്കർ ഓഫ് ലോക്സഭ ഹു ഡൈഡ് ഇൻ ഓഫീസ്.
പദവിയിലിരിക്കെ മരണപ്പെട്ടു പോയ ആദ്യ ലോക്സഭാ സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ അത് ആദ്യ സ്പീക്കർ തന്നെയാണ് GV മൗലങ്കർ. മരണപ്പെട്ട രണ്ടാമത്തെ സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ അത് GMC ബാലയോഗി. രണ്ടാമത്തെ പദവിയിലിരിക്കെ മരണപ്പെട്ടു പോയ രണ്ടാമത്തെ സ്പീക്കർ. ഫസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ MA അയ്യങ്കാർ, അനന്തശയനം അയ്യങ്കാർ, അനന്തശയനം അയ്യങ്കാർ. ഫസ്റ്റ് person who held the office of deputy speaker in 2 terms regularly. ഡെപ്യൂട്ടി സ്പീക്കറായി 2 തവണ പ്രവർത്തിച്ച ആദ്യ വ്യക്തി ആരെന്ന് വെച്ചാൽ തമ്പി ദുരൈ ആണ്. തമ്പി ദുരൈ മറക്കരുത്. ഇപ്പോൾ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ഇത്രയും ഒന്ന് മനസ്സിൽ വെച്ചോളുക. ഇനി ഒരു ചെറിയ ഒരു സെഷനും കൂടി ഈ ക്ലാസ്സിലുണ്ട്. അതേതാണ്? പാർലമെൻ്ററി കമ്മിറ്റികൾ. വളരെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു ടോപ്പിക്കാണ്, പഠിക്കണം നിങ്ങൾ നിർബന്ധമായിട്ടും. പാർലമെൻ്ററി കമ്മിറ്റീസ് ആർ എ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്, എംപിമാരുടെ ഒരു കമ്മിറ്റിയാണ്. പാർലമെൻ്ററി കമ്മിറ്റികൾ എന്ന് പറയുമ്പോൾ പാർലമെൻറ്റിനകത്തുള്ള അംഗങ്ങളിൽ നിന്ന് എടുക്കുന്ന കമ്മിറ്റിയാണ്. അതുകൊണ്ടാണ് പാർലമെൻ്ററി കമ്മിറ്റീസ് ആർ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ഫോംഡ് ടു പെർഫോം സ്പെസിഫിക് ടാസ്ക് ലൈക്ക് സ്ക്രൂട്ടനൈസിങ് ലെജിസ്ലേഷൻ, examining government policies and overseeing the functioning of various departments etc. കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണ് പാർലമെൻ്ററി കമ്മിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ഫോംഡ് ടു പെർഫോം സ്പെസിഫിക് ടാസ്ക് ലൈക്ക് സ്ക്രൂട്ടനൈസിങ് ലെജിസ്ലേഷൻ, നിയമവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ആ നിയമങ്ങളൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യുക, എക്സാമിനിങ് ഗവൺമെൻറ് പോളിസീസ്, സർക്കാരിൻ്റെ നയങ്ങൾ ഒന്ന് എക്സാമിൻ ചെയ്യുക, ഓവർസീയിങ് ഫങ്ഷൻസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലോ ഗവൺമെൻറ്റിൽ, ആ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഫങ്ഷൻസൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റി. ഇങ്ങനെ നിരവധി കമ്മിറ്റികൾ. ഓൾ ദീസ് കമ്മിറ്റീസ് ഹെൽപ്പ് പാർലമെൻറ്റ് ടു കണ്ടക്ട് ഇറ്റ്സ് ഫങ്ഷൻസ് എഫക്റ്റീവ്ലി. അതാണ് ഇതിൻ്റെ ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം തന്നെ. അതാണ് പാർലമെൻറ്റിന് അതിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന കമ്മിറ്റികളാണ് പാർലമെൻ്ററി കമ്മിറ്റി. പാർലമെൻ്ററി കമ്മിറ്റീസ് ഹെൽപ്സ് പാർലമെൻറ്റ് ടു കണ്ടക്ട് ഇറ്റ്സ് വർക്ക് സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ്ലി. അതിന് വേണ്ടിയിട്ട് കുറേ കമ്മിറ്റികൾ എടുത്തിട്ടുണ്ട് പാർലമെൻറ്റിൻ്റെ ഫംഗ്ഷനെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ കമ്മിറ്റികളെ ബോർഡിലി classified into 2 categories. Parliamentary committee can be bodily classified into 2 categories: standing committee and ad hoc committees. സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് ആൻഡ് അഡ്ഹോക് കമ്മിറ്റീസ്. 2 തരം കമ്മിറ്റികളാണ് പാർലമെൻ്ററി കമ്മിറ്റികൾ പ്രധാനമായിട്ടുള്ളത്. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് ആർ പെർമനൻ്റ് കമ്മിറ്റി ആൻഡ് വർക്ക് ഓൺ കണ്ടിന്യൂസ് ബേസിസ്. സ്ഥിരം കമ്മിറ്റികളും തുടർച്ചയായി പ്രവർത്തിക്കുന്ന കമ്മിറ്റികളുമാണ്. അതായത് അത് ഇറ്റ് ഈസ് നോട്ട് ഡിസോൾവ്ഡ്. അത് പെട്ടെന്ന് പിരിച്ചുവിടുന്നില്ല. അതിങ്ങനെ പീരീഡ് കഴിയുമ്പോൾ അടുത്തത് വന്ന് ഇങ്ങനെ തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് ആർ പെർമനൻ്റ് കമ്മിറ്റി ആൻഡ് വർക്ക് ഓൺ കണ്ടിന്യൂസ് ബേസിസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് എവറി ഇയർ ഓർ പീരിയോഡിക്കലി. ഒരു നിശ്ചിത പീരീഡ് അനുസരിച്ച് നിയമിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ എവറി ഇയർ ഈ കമ്മിറ്റികളെ നിയമിച്ചുകൊണ്ടേയിരിക്കും. ആ കമ്മിറ്റി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, പെർമനൻ്റായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള കമ്മിറ്റികളെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് ആർ പെർമനൻ്റ് കമ്മിറ്റീസ്, ദാറ്റ് മീൻസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എവറി ഇയർ ഓർ പീരിയോഡിക്കലി ആൻഡ് വർക്ക് ഓൺ കണ്ടിന്യൂസ് ബേസിസ്. എക്സാമ്പിൾ ഫിനാൻഷ്യൽ കമ്മിറ്റീസ്. ഫിനാൻഷ്യൽ കമ്മിറ്റി നമ്മളിനി പഠിക്കാൻ പോവുകയാണ്. അതാണ് ഇതിൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റികൾ. PSC, Public Accounts Committee, Committee on Public Undertakings, Estimate Committee. These are the financial standing committees. These committees are permanent and work on continuous basis. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. എന്നാൽ അഡ്ഹോക്ക് കമ്മിറ്റീസ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അഡ്ഹോക്ക് താൽക്കാലിക അല്ലേ. അഡ്ഹോക്ക് കമ്മിറ്റീസ് ആർ ഫോംഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് and are dissolved once they complete their task. Ad hoc committees are committees appointed for special purpose. On the completion of that purpose, the committee is dissolved. അത്രയേ ഉള്ളൂ. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി നിയമിക്കുന്ന കമ്മിറ്റി, ആ ഉദ്ദേശം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ആ കമ്മിറ്റി അവസാനിക്കുന്നു.
അല്ലാതെ പെർമനൻറ്റ് നാച്ചറായിട്ടുള്ള കമ്മിറ്റി അല്ല, കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റിയല്ല. ഫോർ എക്സാമ്പിൾ ആൻ എൻക്വയറി കമ്മിറ്റി ഓൺ എ പർട്ടിക്കുലർ ഇഷ്യൂ, ഒരു ഇഷ്യൂവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുന്നു. ആ അന്വേഷണ കമ്മീഷൻ എപ്പോഴാണോ അതിൻ്റെ അന്വേഷണം പൂർത്തിയായി റിപ്പോർട്ട് കൊടുക്കുന്നത്, അതോടുകൂടി ആ കമ്മിറ്റിയുടെ പ്രസക്തി അവസാനിക്കുന്നു. അഡ്വൈസറി കമ്മിറ്റി ഫോർ എക്സാമ്പിൾ, അടുത്തത് അഡ്വൈസറി, ഏതെങ്കിലും ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് ഉപദേശം കൊടുക്കുന്ന കമ്മിറ്റി. ആ പർപ്പസ് നേടിക്കഴിയുമ്പോൾ ആ കമ്മിറ്റിയുടെ ജോലി അവസാനിക്കുന്നു. അതിൻ്റെ അഡ്വൈസ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ കമ്മിറ്റിയുടെ പ്രസക്തി അവസാനിക്കുന്നു. ഇതെല്ലാം അഡ്ഹോക് കമ്മിറ്റികളാണ്. ഇവിടെ തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ പെർമനൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ തന്നെ എൻക്വയറി കമ്മിറ്റികളുണ്ട്. അത് സ്ഥിരമായിട്ടുള്ള എൻക്വയറി കമ്മിറ്റീസാണ് പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട. ഇത് നമ്മൾ പറയുന്നത് താൽക്കാലികമായിട്ട് ഒരു ഇഷ്യൂ ആയി ബന്ധപ്പെട്ട ഒരു അന്വേഷണ കമ്മീഷൻ. ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷൻ ഫോർ എക്സാമ്പിൾ, ആ അന്വേഷണം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ ദൗത്യം അവസാനിക്കുന്നു, ആ കമ്മിറ്റി ഡിസോൾവ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ രണ്ട് തരം കമ്മിറ്റികളാണ് പ്രധാനമായിട്ട് പാർലമെൻറ്റിലുള്ളത്. ഒന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, മറ്റൊന്ന് അഡ്ഹോക് കമ്മിറ്റി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി പെർമനൻറ്റ് കമ്മിറ്റി ആൻഡ് വർക്ക്സ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. എന്നാൽ അഡ്ഹോക് കമ്മിറ്റീസ് ആർ ഫോംഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ഓൺ ദി കംപ്ലീഷൻ ഓഫ് ദാറ്റ് പർപ്പസ് കമ്മിറ്റി ഈസ് ഡിസോൾവ്ഡ്. ക്ലിയർ അല്ലേ? എൻക്വയറി കമ്മിറ്റി, അഡ്വൈസറി കമ്മിറ്റി ഒക്കെ അതിന് എക്സാമ്പിൾ പറയാവുന്നതാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 6 കാറ്റഗറി. 6 തരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. അതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട, പേര് മാത്രം ഒന്ന് പറഞ്ഞു പോയാൽ മതി. പക്ഷേ അതിൻ്റെ 3 കമ്മിറ്റികളാണ്, 3 ഫിനാൻഷ്യൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റീസാണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കേണ്ടത്. അതിനെ ചോദ്യം വരുള്ളൂ. എങ്കിലും ഒന്ന് ഓർമ്മിച്ചോളുക, 6 കമ്മിറ്റികളുടെ പേരൊന്ന് പഠിച്ചോളുക. ഒന്ന് ഫിനാൻഷ്യൽ കമ്മിറ്റി, അതാണ് ഞാൻ പറഞ്ഞ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ കമ്മിറ്റി. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. അതായത് കമ്മിറ്റി റിലേറ്റിംഗ് ടു ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ്. ഏതാണ്ട് 10-24 ഡിപ്പാർട്ട്മെൻ്റൽ കമ്മിറ്റികളുണ്ട്. പല ഗവൺമെൻറ്റിൻ്റെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ. ഇനി കമ്മിറ്റി ടു എൻക്വയറി കമ്മിറ്റി, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടുള്ള എൻക്വയറി കമ്മിറ്റി അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, അഡ്ഹോക് കമ്മിറ്റി പെട്ടതല്ല. ഇത് എൻക്വയറി കമ്മിറ്റി ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്, എന്ന് പറഞ്ഞാൽ സ്ഥിരം എൻക്വയറി കമ്മിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാമല്ലോ, ഇപ്പോൾ എത്തിക്സ് കമ്മിറ്റി, സഭയുടെ ധാർമ്മികത, ഏതെങ്കിലും അംഗങ്ങൾ എത്തിക്സിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടോ, സഭയുള്ളിടത്തോളം ആ കമ്മിറ്റിക്ക് പ്രസക്തി ഉണ്ടല്ലോ. മനസ്സിലാകുന്നല്ലോ? എത്തിക്സ് കമ്മിറ്റി. പ്രിവിലേജ് കമ്മിറ്റി, അടുത്തത് സഭയുടെ അംഗങ്ങളുടെ അവകാശങ്ങൾ എവിടെയെങ്കിലും ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കാൻ സഭയുള്ളിടത്തോളം ആ കമ്മിറ്റിക്കും പ്രസക്തിയുണ്ട്. അത്തരത്തിലുള്ള കമ്മിറ്റിയാണ് നമ്മൾ കമ്മിറ്റി ടു എൻക്വയർ എന്ന് പറയുന്നത്. അങ്ങനെ പല കമ്മിറ്റികളുണ്ട്. അടുത്ത കമ്മിറ്റി ടു സ്ക്രൂട്ടനൈസ് ആൻഡ് കൺട്രോൾ, ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും നിയമങ്ങളെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത്, ഗവൺമെൻറ് നൽകുന്ന വാഗ്ദാനങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. കമ്മിറ്റി റിലേറ്റിംഗ് ടു ഡേ ബിസിനസ് ഓഫ് ഹൗസിൻ്റെ, നമ്മുടെ സഭയുടെ ദൈനംദിന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ. ഹൗസ് കീപ്പിംഗ് കമ്മിറ്റീസ് ഓർ സർവീസ് കമ്മിറ്റി, മെമ്പേഴ്സിന് സർവീസ് പ്രദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ വരുന്നത്. ഈ കമ്മിറ്റികളെക്കുറിച്ചൊന്നും വിശദാംശങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകണ്ട, ചോദിക്കില്ല പരീക്ഷയ്ക്ക്. എത്ര തരം സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 6 തരം സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് ഉണ്ട്. അതിലെ ഫിനാൻഷ്യൽ കമ്മിറ്റീസാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ആ 3 ഫിനാൻഷ്യൽ കമ്മിറ്റി ഇവിടെ പഠിച്ചാൽ മതി. നോക്കൂ, ഒന്നാമത്തത് PAC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി PAC വാസ് ഫോംഡ് ഇൻ 1921 under the provisions of Government of India Act 1990. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയാൻ അറിയാതെ 1935 എന്ന് പറയരുത്. ഇത് 19 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. എന്താണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്നൊക്കെ അറിയപ്പെടുന്ന 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1921 നിലവിൽ വന്ന കമ്മിറ്റിയാണ് PAC അഥവാ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വാസ് സെറ്റപ്പ് first in 1921 under the provisions of Government of India Act 1919. It is the oldest parliamentary committee.
ഏറ്റവും പഴക്കം ചെന്ന പാർലമെൻറ്റ് കമ്മിറ്റി ഏത്? പരീക്ഷയ്ക്ക് ചോദിക്കാം. വിച്ച് ഈസ് ദി ഓൾഡസ്റ്റ് പാർലമെൻ്ററി കമ്മിറ്റി? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പോസ്റ്റ്മോർട്ടം കമ്മിറ്റി. വിച്ച് പാർലമെൻ്ററി കമ്മിറ്റി ഈസ് കോൾഡ് പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്ന് ചോദിച്ചാൽ അത് എന്ത് കമ്മിറ്റിയാണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ദിസ് കമ്മിറ്റി ഈസ് ആൾസോ നോൺ ആസ് മദർ ഓഫ് ഓൾ പാർലമെൻ്ററി കമ്മിറ്റി. പാർലമെൻ്ററി കമ്മിറ്റികളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അപ്പോൾ ഏതൊക്കെ പേരുകൾ? മദർ ഓഫ് ഓൾ പാർലമെൻ്ററി കമ്മിറ്റി, പോസ്റ്റ്മോർട്ടം കമ്മിറ്റി, ഓൾഡസ്റ്റ് പാർലമെൻ്ററി കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. ഇനി അതിൽ മെമ്പേഴ്സ് നോക്കാം. അറ്റ് പ്രസൻറ്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 22 മെമ്പേഴ്സ്. എങ്ങനെ 22 മെമ്പേഴ്സ്? 15 മെമ്പേഴ്സ് ഫ്രം ലോക്സഭ ആൻഡ് 7 ഫ്രം രാജ്യസഭ. 15 അംഗങ്ങൾ, ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ലോകസഭയിൽ നിന്നാണ്, 7 അംഗങ്ങൾ രാജ്യസഭയിൽ നിന്ന്, അങ്ങനെ 22 അംഗങ്ങളുണ്ട്. അപ്പോൾ 2 സഭകൾക്കും പാർട്ടിസിപ്പേഷൻ ഉള്ള കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. മെമ്പേഴ്സ് ആർ ഇലക്റ്റഡ് ബൈ പാർലമെൻറ്റ് എവറി ഇയർ ഫ്രം എമംഗസ്റ്റ് മെമ്പേഴ്സ്. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? അംഗങ്ങൾ തന്നെ അവരിൽ നിന്നുള്ള എന്താ പറയുന്നത്? മെമ്പേഴ്സ് ആർ ഇലക്റ്റഡ് ബൈ പാർലമെൻറ്റ് എവറി ഇയർ എമംഗസ്റ്റ് മെമ്പേഴ്സ്, ഓരോ വർഷം. അപ്പോൾ ഇതിൻ്റെ ടേം ഓഫ് ഓഫീസ് എന്ന് വെച്ചാൽ 1 ഇയർ ആണ്. എവറി ഇയർ PSC ഈസ് അപ്പോയിൻറ്റഡ്. PSC നിയമിക്കുന്നത് ഓരോ ടേം ഓഫ് ഓഫീസ് മെമ്പേഴ്സ് 1 ഇയർ. ചെയർമാൻ ഓഫ് PSC ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി സ്പീക്കർ. അത് മിക്കവാറും നിങ്ങൾ ഈ 3 കമ്മിറ്റി പഠിക്കുമ്പോഴും കോമൺ ആയിട്ട് വരുന്ന 1-2 പോയിന്റുകൾ ഇപ്പോഴേ പഠിച്ചു വെച്ചോളുക. ടേം ഓഫ് ഓഫീസ് അത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ആയാലും, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് ആയാലും, എസ്റ്റിമേറ്റ് കമ്മിറ്റി ആയാലും 1 ഇയർ ആണ് ടേം ഓഫ് ഓഫീസ്. ഇനി 3 കമ്മിറ്റിയുടെയും ചെയർമാനെ നിയമിക്കുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പീക്കർ ഓഫ് ലോക്സഭയാണ്. ചെയർമാൻ ഓഫ് PSC ഈസ് അപ്പോയിൻറ്റഡ് ബൈ സ്പീക്കർ ഓഫ് ലോക്സഭ. ഇവിടെ അടുത്ത പോയിന്റ് 3 കമ്മിറ്റിക്കും ബാധകമാണ്. എ മിനിസ്റ്റർ കനോട്ട് ബി ഇലക്റ്റഡ് ആസ് എ മെമ്പർ ഓഫ് ദിസ് കമ്മിറ്റി. ഒരു മന്ത്രിക്ക് ഒരു കാരണവശാലും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അംഗമാകാൻ കഴിയില്ല. ദി കമ്മിറ്റി, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഇനി ഞാൻ പറയുന്നത്. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. വിച്ച് കമ്മിറ്റി ഈസ് നോർമലി ചെയർഡ് ബൈ എ പ്രോമിനൻ്റ് മെമ്പർ ഓഫ് ഓപ്പോസിഷൻ പാർട്ടി? പ്രതിപക്ഷ പാർട്ടിയുടെ പ്രമുഖ നേതാവ് ചെയർമാനായുള്ള പാർലമെൻ്ററി കമ്മിറ്റി ഏത്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ ചെയർമാനാകാൻ ആർക്കേ കഴിയുള്ളൂ? പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു പ്രമുഖ നേതാവ്. മുമ്പൊക്കെ പ്രതിപക്ഷ നേതാവ് തന്നെ ആയിരിക്കണമായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നുമില്ല. ദിസ് കമ്മിറ്റി ഈസ് നോർമലി ചെയർഡ് ബൈ എ പ്രോമിനൻ്റ് മെമ്പർ ഓഫ് ഓപ്പോസിഷൻ പാർട്ടി. The function of committee is to examine the annual audit report of CAG which are laid before the parliament by the president. നോക്കൂ, the function of PSC, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? ടു എക്സാമിൻ ആനുവൽ ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. CAG എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥൻ സമർപ്പിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുക എന്നതാണ് നമ്മുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നിങ്ങൾക്കറിയാം, CAG റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രസിഡൻറ്റിനാണ്. പ്രസിഡൻറ്റ് ആ റിപ്പോർട്ട് പാർലമെൻറ്റിന് മുമ്പിൽ വയ്ക്കും. ആ റിപ്പോർട്ടിനെ പരിശോധിക്കുന്നത്, അത് എക്സാമിൻ ചെയ്യുന്ന, CAGയുടെ റിപ്പോർട്ട് പരിശോധിക്കുന്ന കമ്മിറ്റി, വിച്ച് കമ്മിറ്റി എക്സാമിൻസ് ദി ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് CAG എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്, മറക്കരുത്. അതുകൊണ്ട് CAG ഈസ് കൺസിഡേർഡ് ആസ് ഇയേഴ്സ് ആൻഡ് ഐസ് ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹു ഈസ് കൺസിഡേർഡ് ആസ് ഇയേഴ്സ് ആൻഡ് ഐസ് ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്ന ആര്? CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ആരാണ് CAG? ഹെഡ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനാണ്. ഗവൺമെൻറ്റിൻ്റെ കണക്കുകളൊക്കെ പരിശോധിക്കാൻ ഉത്തരവാദപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നൽകുന്ന റിപ്പോർട്ട് ഏത് കമ്മിറ്റി പരിശോധിക്കുന്നു നമ്മൾ പറഞ്ഞത്? PSC, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അതുകൊണ്ട് CAG ഈസ് കൺസിഡേർഡ് ആസ് ഇയേഴ്സ് ആൻഡ് ഐസ് ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. CAG ഈസ് കോൾഡ് ദി ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ്
ഓഫ് PSC. PSCയുടെ സുഹൃത്താണ്, ഒരു ഫിലോസഫറാണ്, അതുപോലെ തന്നെ ഗൈഡാണ് എന്നൊക്കെ പറയുന്നത് ആരാണ്? CAG ആണ്. CAG ഈസ് കോൾഡ് the friend, philosopher and guide of Public Accounts Committee. Public Accounts Committee plays a crucial role in ensuring financial accountability of the government. Public Accounts Committee plays a crucial role in ensuring financial accountability of government. ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികമായ പ്രവർത്തനങ്ങളിൽ ഒരു വിശ്വാസ്യത തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കുന്നതിന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് വളരെയധികം റോളുണ്ട്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ എൻഷുറിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി. സാമ്പത്തികമായൊരു വിശ്വസ്യത, സർക്കാരിൻ്റെ സാമ്പത്തികമായൊരു വിശ്വസ്യത ഉണ്ടാക്കിയെടുക്കുന്നതിന് PSCക്ക് വളരെയധികം റോളുണ്ടെന്നാണ് പറയുന്നത്. PSCയുടെ ഫംഗ്ഷൻ എന്താണെന്നറിയാമോ? ഓഡിറ്റിംഗ് ഗവൺമെൻറ് സ്പെൻഡിങ്. ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ മേൽനോട്ടം വഹിക്കുക. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസ്, സാമ്പത്തിക ക്രമക്കേടുകൾ പരിശോധിക്കുക. മേക്കിംഗ് റെക്കമെൻഡേഷൻ ടു ഇംപ്രൂവ് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. മേക്കിംഗ് റെക്കമെൻഡേഷൻ ടു ഇംപ്രൂവ് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനും ഒക്കെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് റെക്കമെൻഡ് ചെയ്യുന്ന കമ്മിറ്റി കൂടിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. കോറം ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, കോറം ഫോർ എ മീറ്റിംഗ്, മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ടു ഫോം എ മീറ്റിംഗ്. അതിനെയാണ് PSCയുടെ മീറ്റിംഗ് കൂടുന്നതിന് 4 മെമ്പേഴ്സ്. ടോട്ടൽ 22 മെമ്പേഴ്സ് ഉണ്ട്. 4 പേരെങ്കിലും ഉണ്ടെങ്കിലേ മീറ്റിംഗ് കൂടാൻ കഴിയുള്ളൂ. ഇത്രയും ഓർക്കുക. ഇത് നോക്കൂ, ഫസ്റ്റ് ചെയർമാൻ PSC 21 തുടങ്ങുന്നത്, 1921. ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ ആയിരിക്കില്ലല്ലോ, ഇംഗ്ലീഷുകാരായിരിക്കുമല്ലോ അതിൻ്റെ ചെയർമാനായി വരുന്നത്. അത് WM ഹെയ്ലി ആയിരുന്നു. ഫസ്റ്റ് ചെയർമാൻ ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി WM ഹെയ്ലി. എന്നാൽ പ്രസൻറ്റ് ചെയർമാൻ എന്ന് പറയുന്നത് KC വേണുഗോപാൽ. നമ്മുടെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയ KC വേണുഗോപാൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, PSC ഈസ് നോർമലി ചെയർഡ് ബൈ എ പ്രോമിനൻറ്റ് മെമ്പർ ഓഫ് ഓപ്പോസിഷൻ പാർട്ടി. ഇപ്പം BJP അല്ലേ ഭരിക്കുന്നത്, ഓപ്പോസിഷൻ പാർട്ടി കോൺഗ്രസ് അല്ലേ, അതിൻ്റെ പ്രമുഖ നേതാവായ KC വേണുഗോപാലാണ് PSCയുടെ നിലവിലെ ചെയർമാനെങ്കിൽ ചെയർമാൻ ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഹൂ ലേറ്റർ ബിക്കെയിം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നോക്കൂ, ഇന്ത്യൻ രാഷ്ട്രപതിയായി പിൽക്കാലത്ത് മാറിയ PSCയുടെ ചെയർമാൻ. PSCയുടെ ചെയർമാൻ ആയിട്ടുള്ള വ്യക്തി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറി. അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതിയായി മാറിയ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു വെച്ചാൽ R വെങ്കിട്ടരാമൻ. അതുപോലെ പ്രധാനമന്ത്രിമാർ 2 പേരും കൂടിയുണ്ട്. R വെങ്കിട്ടരാമൻ ഈസ് ദി ചെയർമാൻ ഓഫ് PSC ഹൂ ലേറ്റർ ബിക്കെയിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇനി ചെയർമാൻ ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഹൂ ലേറ്റർ ബിക്കെയിം പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായി മാറിയ 2 വ്യക്തികളുണ്ട് PSC അംഗങ്ങളായിരുന്നത്. അത് അടൽ ബിഹാരി വാജ്പേയിയും PV നരസിംഹറാവുമാണ്. ഇവർ 2 പേരും PSCയുടെ ചെയർമാന്മാരായിരുന്നവരാണ്. അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയവരാണ്. അപ്പോൾ ചെയർമാൻ ഓഫ് PSC ഹൂ ലേറ്റർ ബിക്കെയിം പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ PV നരസിംഹറാവു ആൻഡ് അടൽ ബിഹാരി വാജ്പേയി. ചെയർമാൻ ഓഫ് PSC ഹൂ ലേറ്റർ ബിക്കെയിം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ R വെങ്കിട്ടരാമൻ. മറക്കാതിരിക്കുക. അത്രയേ ഉള്ളൂ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അടുത്ത് നോക്കൂ, എസ്റ്റിമേറ്റ് കമ്മിറ്റി. എന്താണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി? ലാർജസ്റ്റ് പാർലമെൻ്ററി കമ്മിറ്റി. ഓൾഡസ്റ്റ് പാർലമെൻ്ററി കമ്മിറ്റി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. എന്നാൽ ലാർജസ്റ്റ് പാർലമെൻ്ററി കമ്മിറ്റി, ഏറ്റവും വലിയ പാർലമെൻ്ററി കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1950 ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ജോൺ മത്തായി, ദി ദെൻ ഫിനാൻസ് മിനിസ്റ്റർ. ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയൊക്കെ ആയിരുന്ന ആരാണ്? പിന്നീട് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയൊക്കെ ആയി മാറിയ നമ്മുടെ ജോൺ മത്തായി ആണ്. ജോൺ മത്തായിയുടെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് 1950 1921 PSC, 1950 എസ്റ്റിമേറ്റ് കമ്മിറ്റി. PSC നിലവിൽ വന്നത്
പിന്നെ ഏത് നിയമപ്രകാരം 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. എസ്റ്റിമേറ്റ് കമ്മിറ്റി നിലവിൽ വന്ന ആരുടെ ശുപാർശ പ്രകാരം? ജോൺ മത്തായിയുടെ ശുപാർശ പ്രകാരം. ഇനി നമ്പർ ഓഫ് മെമ്പേഴ്സ്. അറ്റ് പ്രസന്റ് ദി മെമ്പേഴ്സ് ഓഫ് എസ്റ്റിമേറ്റ് കമ്മിറ്റി 30. ഓൾ ദി മെമ്പേഴ്സ് ആർ ഫ്രം ലോക്സഭ ഒള്ളി. ഇത് അടിവരയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് കമ്മിറ്റി ഹാസ് നോ പാർട്ടിസിപ്പേഷൻ ഫ്രം രാജ്യസഭ. രാജ്യസഭയിൽ നിന്ന് ഒരൊറ്റ അംഗങ്ങൾ ഇതിനകത്തില്ല. ഓൾ ദി മെമ്പേഴ്സ് ആർ ഫ്രം ലോക്സഭ. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 30 മെമ്പേഴ്സ്. ക്ലിയർ ആയല്ലോ? ഒറിജിനലി ഇറ്റ് ഹാഡ് 25 മെമ്പേഴ്സ്. ദാറ്റ് മീൻസ് അറ്റ് ദി ടൈം ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് estimate committee in the year 1950, the total number of members were 25, but at present it is 30 members. All members are from Lok Sabha only. Term of office ഞാൻ പറഞ്ഞു 1 year എല്ലാത്തിനും ബാധകമാണെന്ന് പറഞ്ഞു. അതുപോലെ മിനിസ്റ്റർ ഈസ് നോട്ട് എലിജിബിൾ ടു ബി ഇലക്റ്റഡ് ടു ദി കമ്മിറ്റി. A minister cannot become a member of estimate committee. PSCയിലും അത് ബാധകമായിരുന്നു. The chairman is appointed by the speaker from among its members. അത് നമ്മൾ പഠിച്ചാണ് നേരത്തെ. PSCയിൽ ഈ പോയിന്റ് അതേപടി നമ്മൾ പഠിച്ചു. ആരെയാണ് ചെയർമാനായിട്ട് നിയമിക്കുന്നത്? PSCയുടെ ചെയർമാനെ നിയമിക്കുന്ന ആരെന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിക്കുന്നതും ചെയർമാനെ നിയമിക്കുന്നതും സ്പീക്കർ തന്നെയാണ്. ചെയർമാൻ ഷുഡ് ബി ഫ്രം റൂളിംഗ് പാർട്ടി. നേരത്തെ നമ്മൾ ചെയർമാൻ ഓപ്പോസിഷൻ പാർട്ടി എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ചെയർമാൻ ഷുഡ് ബി ഫ്രം റൂളിംഗ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഭരണകക്ഷിയിൽ നിന്ന് തന്നെ ആയിരിക്കണം ചെയർമാൻ ആകേണ്ടത്. എല്ലാവരും ലോകസഭാ അംഗങ്ങൾ തന്നെ ആയിരിക്കണം. ഏത് കമ്മിറ്റിയുടെ? എസ്റ്റിമേറ്റ് കമ്മിറ്റി. മറക്കരുത്. ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ടു സ്ക്രൂട്ടനൈസ് ദി എസ്റ്റിമേറ്റ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ, സജസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് policies and examine the financial accounts of the government. എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് ടു സ്ക്രൂട്ടനൈസ് ദി എസ്റ്റിമേറ്റ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ. സർക്കാരിൻ്റെ എക്സ്പെൻഡിച്ചർ ചെലവുകളുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റുകൾ പരിശോധിക്കുക. സജസ്റ്റ് ഓൾട്ടർനേറ്റീവ് പോളിസി. എന്നിട്ട് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പോളിസി വല്ലതും പറയാനുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യുക. ആൻഡ് എക്സാമിൻ ദി ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികമായിട്ടുള്ള അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ പരമാവധി ചെലവ് കുറയ്ക്കുന്ന രീതിയിൽ എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കാനൊക്കെ ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന കമ്മിറ്റിയാണ് ഏത് കമ്മിറ്റി? എസ്റ്റിമേറ്റ് കമ്മിറ്റി. കറണ്ട് ചെയർമാൻ ഓഫ് എസ്റ്റിമേറ്റ് കമ്മിറ്റി, ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് കമ്മിറ്റി ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ സഞ്ജയ് ജയ്സ്വാൾ ആണ്. സഞ്ജയ് ജയ്സ്വാൾ is the present chairman of estimate committee. First chairman of estimate committee M.A. Iyengar. നമ്മുടെ ലോകസഭയുടെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്ന M.A. അയ്യങ്കാർ, എം അനന്തശയനം അയ്യങ്കാറാണ് നമ്മുടെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാനായിരുന്നത്. അത്രയേ ഉള്ളൂ, ഓർത്ത് വെച്ചോളുക. ഇനി കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്, മൂന്നാമത്തെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. A parliamentary committee that scrutinizes the reports and accounts of public sector undertaking. നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് പബ്ലിക് അണ്ടർടേക്കിങ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഇപ്പം KSRTC, സംസ്ഥാനത്തേക്ക് വന്ന KSRTC, KSEB എന്നൊക്കെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഒട്ടാകെ ഒരുപാട് നമ്മളെ പൊതു സ്ഥാപനങ്ങൾ, അതായത് പബ്ലിക് അണ്ടർടേക്കിംഗ്, പൊതുമേഖലാ സ്ഥാപനങ്ങളെന്ന് പറയാം. ഡയറക്റ്റായിട്ടുള്ള സർക്കാർ സ്ഥാപനം അല്ലെങ്കിൽ പോലും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്ന, അവരുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്, അല്ലെങ്കിൽ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി എന്ന് പറയാം. A committee, parliamentary committee that scrutinizes the report and accounts of public sector undertaking. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്ന കമ്മിറ്റിയാണ്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ 1964 ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് കൃഷ്ണ മേനോൻ കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റി. നോക്കൂ, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് according to the recommendation of Krishna Menon committee in the year 1964. അപ്പോൾ 1921 പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഏത് നിയമപ്രകാരം? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919.
1915 എസ്റ്റിമേറ്റ് കമ്മിറ്റി ആരുടെ റെക്കമെൻഡ് പ്രകാരം? ജോൺ മത്തായിയുടെ റെക്കമെൻഡ് പ്രകാരം. 1964 കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് നിലവിൽ വന്നു. ആരുടെ റെക്കമെൻഡേഷൻ്റെ ഫലമായി? കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. ഇനി മെമ്പേഴ്സ് പഠിക്കുമ്പം PAC-യിൽ നിങ്ങൾ എന്ത് പഠിച്ചോ അത് തന്നെ ഇവിടെയും പഠിക്കുക. എന്ന് പറഞ്ഞാൽ ദി സ്ട്രക്ചർ ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് സ്ട്രക്ചർ ഓഫ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് PAC, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. അവിടെ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 22, 15 ഫ്രം ലോക്സഭ, 7 ഫ്രം രാജ്യസഭ. അവിടെ പറഞ്ഞതുപോലെ. ഇനി ടേം ഓഫ് ഓഫീസ്, ഇതെല്ലാം എല്ലാ കമ്മിറ്റിയിലും ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു, 1 year. അപ്പോഴിനി 1-2 പോയിന്റുകളുണ്ടല്ലോ കോമൺ ആയിട്ട് വരുന്നത്. എ മിനിസ്റ്റർ ഈസ് നോട്ട് എലിജിബിൾ ടു ബി ഇലക്റ്റഡ് എസ് ദി മെമ്പർ ഓഫ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. 3 കമ്മിറ്റിയിലും മിനിസ്റ്റർക്ക് മെമ്പറാകാൻ പറ്റില്ല. ദി ചെയർമാൻ ഈസ് അപ്പോയിന്റഡ് ബൈ, അത് 3 കമ്മിറ്റിയിലും സെയിം ആയിരുന്നു. സ്പീക്കർ ഫ്രം എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ, ലോക്സഭയുടെ അംഗങ്ങളിൽ നിന്ന് ചെയർമാൻ തന്നെയാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ആയാലും എസ്റ്റിമേറ്റ് കമ്മിറ്റി ആയാലും കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് ആയാലും അവിടുത്തെ ചെയർമാനെ നിയമിക്കുന്നത് സ്പീക്കർ തന്നെയാണ്, അവരിൽ നിന്ന് ഒരാളെയാണ്. ഇനി പ്രസന്റ് ചെയർമാൻ ആരാണ്? ബൈജയന്ത് പാണ്ഡെ ആണ് കറണ്ട് ചെയർമാൻ ഓഫ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. ഫസ്റ്റ് ചെയർമാൻ ആരായിരുന്നു? പനമ്പള്ളി ഗോവിന്ദ മേനോനായിരുന്നു നമ്മുടെ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സിൻ്റെ ആദ്യ ചെയർമാൻ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, അതുപോലെ പാർലമെൻ്ററി കമ്മിറ്റി ഒരു കുഞ്ഞ് ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നന്നായി പഠിക്കുക. ഇനി തൊട്ടടുത്ത് തന്നെ ഈ ടോപ്പിക്കിൻ്റെ ഒരു റിവിഷൻ ക്ലാസ് കൂടി, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൂടി ആകുമ്പോൾ നമ്മുടെ പാർലമെൻറ്റ് ഏറെക്കുറെ അവസാനിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നന്നായി തന്നെ നിങ്ങൾ പഠിച്ച് മുന്നേറുക. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുമായി ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.